بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى. عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. أفرأيتم اللات والعزى ومناة الثالثة الأخرى ألكم الذكر وله الأنثى تلك إذا قسمة ضيزى إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تهوى الأنفس وما تهوى الأنفس ولقد جاءهم من ربهم الهدى. മാന്യ സഹോദര സഹോദരിമാരെ, മദീനവാസികളായ സദസ്യരെ, മറ്റു അതിഥികളെ, ശ്രോതാക്കളെ, റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർത്തിക്കാൻ സദാ പാടുപെടുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ഇങ്ങനെയുള്ള ദിവസങ്ങളെ, ടൈമുകളെ, ഭൂമികളെ എല്ലാം ബഹുമാനിച്ച് ആദരിച്ച് അള്ളാഹിൻ്റെ ചിഹ്നങ്ങളെ പൊക്കിപ്പിടിച്ച് അവനെ പ്രീതിപ്പെടുത്തുന്നവരിൽ നമ്മെ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അപ്രകാരം കേൾക്കുന്ന ഉപദേശങ്ങൾ നിന്നിട്ട് ആഴ്ചതോറും ചാലഞ്ചുകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഉപദേശങ്ങൾ നിന്നിട്ട് പകർത്താത്ത ഭാഗങ്ങൾ പകർത്താൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ പരലോക ലിസ്റ്റിൽ, റസീദിൽ വർധനവുണ്ടാക്കാൻ പരിശ്രമിക്കണം. അതിനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്രകാരം നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തതായ സഹോദര സഹോദരിമാർക്ക്, അവരിൽ നിന്നുള്ള രോഗികൾക്ക് പ്രത്യേകം അല്ലാഹു പരിപൂർണ ആരോഗ്യം നൽകട്ടെ. അവർക്ക് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങൾ അകറ്റട്ടെ. വീണ്ടും മതത്തിൽ അടിയുറച്ചു നിന്ന് സേവനം ചെയ്യാനുള്ള ദീർഘായുസ്സും ആരോഗ്യവും അവർക്കും നമുക്കും അല്ലാഹു നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഇന്ന് ഡോക്ടർ ഉസാമ ഖയ്യാത്ത് ചർച്ചക്കെടുത്തതായ സബ്ജക്റ്റ് അഥവാ മക്കയിൽ അൽ ഫിതൻ എന്നതായിരുന്നു. ഇവിടെ അൽ ഫിതൻ എന്ന തലക്കെട്ടിൽ കൂടി തന്നെ കേസറ്റുകളുണ്ട്, അല്ലെങ്കിൽ CD-കളുണ്ട് ഇവൻ്റേത്. എങ്കിലും സാന്ദർഭോചിതമായിട്ടും നമ്മുടെ പതിവനുസരിച്ച് മിമ്പറുകളുടെ ഖുതുബകൾ ചർച്ചക്കെടുക്കലാണ് എന്നതുകൊണ്ടും ഓർമ്മ പുതുക്കാൻ വേണ്ടിയും വീണ്ടും ചില കാര്യങ്ങൾ അത്തരം വിഷയം പറയുമ്പോൾ പറയേണ്ട ഭാഗങ്ങളെ ഉണർത്തുന്നു.
നേരിട്ട് മദീനയിൽ നിന്നിട്ട് നിങ്ങൾ കേട്ടതായ ഖുതുബ ഏകദേശം നിങ്ങൾ അറബി ഭാഷ അറിയുന്നവരായതുകൊണ്ട്, പഠിച്ചുകൊണ്ടേയിരിക്കുന്നവരായതുകൊണ്ട് മനസ്സിലാക്കി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. മസ്ജിദുൽ ഇമാം തുർക്കി അഥവാ റിയാദിൻ്റെ മധ്യത്തിൽ വെച്ച് നടന്നതായ ഖുതുബയിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആല ഷെയ്ഖ് തർബിയത്തുൽ അബ്നാഇ എന്ന സബ്ജക്റ്റാണ് ചർച്ചക്കെടുത്തിട്ടുള്ളത്. സഹോദര സഹോദരിമാരെ, വാസ്തവത്തിൽ ഫിതൻ എന്ന പദം കേൾക്കുമ്പോൾ അറബി ഭാഷയിൽ ഉള്ള ഫിതനും മലയാളത്തിൽ ഉള്ള ഫിത്നയും വ്യത്യാസമുണ്ട്. നാം മലയാളത്തിൽ ഒരർത്ഥം മാത്രമാണ് ഫിത്ന എന്ന വാക്കുകൊണ്ട് കരുതാറുള്ളത്. അങ്ങും ഇങ്ങും ഫിത്ന നടത്തുക എന്ന, ഫിത്ന പറയുക എന്ന ഒരു ശൈലി മലയാള ഭാഷയിൽ കാണാം. അതല്ല അറബിയിൽ ഉദ്ദേശിക്കുന്ന ഫിതൻ. അറബിയിൽ ഫിതൻ എന്ന് പറഞ്ഞാൽ അത് വിശാലമായ അർത്ഥം കുറിക്കുന്നതായ ഒരു പദമാണ്. അതിൽ പെട്ട ഒരർത്ഥമാണ് ഇന്ന് മക്ക ഇമാമ് ഊന്നിപ്പറഞ്ഞതായ അർത്ഥം. അതാണ് പരീക്ഷണങ്ങൾ എന്നത്. ഫിതൻ എന്നാൽ പരീക്ഷണം എന്ന അർത്ഥമാണ്. അതെ, നമുക്ക് യഥാർത്ഥത്തിൽ പരീക്ഷണം എന്ന പദം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ നമ്മുടെ കുട്ടികളും സമ്പത്തുകളുമെല്ലാം പരീക്ഷണമാണ് എന്ന ശൈലി ഖുർആനിൽ പറയുന്നതായിട്ട് കാണാം. പരീക്ഷണം ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന ശൈലി ഖുർആനിൽ പറയുന്ന കാണാം. അപ്പോൾ തോന്നിയതുപോലെ വളർത്താനുള്ളതല്ല കുട്ടികൾ, തോന്നിയതുപോലെ സമ്പാദിക്കാനുള്ളതല്ല സമ്പത്ത്, ചെലവഴിക്കാനുള്ളതല്ല സമ്പത്ത്. അതാണ് ഫിതൻ എന്ന വാക്കുകൊണ്ട് വിവക്ഷ. മറിച്ച് അത് നമ്മുടെ കയ്യിൽ റബ്ബി ഏൽപ്പിച്ചത്, നാം നമ്മുടെ സാമർത്ഥ്യത്തോടു കൂടി ഖാറൂൻ പറഞ്ഞതുപോലെ ഉണ്ടാക്കിയതല്ലല്ലോ സമ്പത്ത്, മറിച്ച് റബ്ബ് നമുക്ക് നൽകിയതാണ്. എന്താ അതിന് തെളിവ്? നമ്മേക്കാളും വളരെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന, നമ്മേക്കാളും ബുദ്ധിജീവികളായ, നമ്മേക്കാളും കഴിവ് കൽപ്പുള്ള പലവരും നമ്മുടെ അത്ര സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുണ്ട്. അപ്പോൾ നമ്മുടെ കഴിവ് കൊണ്ടാണെങ്കിൽ നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് കിട്ടേണ്ടതാണ്. അല്ല, സാമർത്ഥ്യം മാത്രം ഉണ്ടായാൽ പോരാ. സാമർത്ഥ്യം മാത്രമുണ്ടായാൽ സമ്പത്തുണ്ടാക്കാൻ സാധിക്കുന്നതല്ല. കവി പറഞ്ഞല്ലോ, അറബി കവി പണ്ട്, എത്ര ബുദ്ധിജീവിയാണ് ആയത്ത് മദാഹിബു, അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല. ബുദ്ധിജീവിയായാൽ ജീവിക്കാൻ പറ്റിക്കൊള്ളുമെന്നില്ല. അതുപോലെ തന്നെ ജാഹിലിൻ, ബുദ്ധി ഉപയോഗിക്കാൻ അത്ര കൂടുതൽ കഴിവില്ലാത്ത എത്ര വ്യക്തികളാണ്, വിഡ്ഢികളാണ്. തൽക്കാഹു മർസൂക്ക, പേലസ് കിട്ടുന്നു, സമ്പത്തുണ്ടാക്കുന്നു, കാശുള്ള ആളായി മാറുന്നു. കാൽക്കുലേറ്റർ അടിക്കാൻ വരെ അറിയില്ല, കണക്കപ്പിള്ളനെ കൊണ്ട് കണക്ക് കൂട്ടലാണ്. മൂപ്പർക്ക് അറിയില്ല കണക്ക് കൂട്ടാൻ, എന്നാലും മൂപ്പർക്ക് കോടിക്കണക്കിൽ കാശുണ്ട് അല്ലേ? അതെ. അപ്പോൾ സമ്പത്തുണ്ടാവുക എന്നത് സ്വന്തം കഴിവിലൂടെ ഉണ്ടാകുന്നതല്ല, മറിച്ച് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പരീക്ഷണം എന്നതാണ്, പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമ ഫയഖൂലു റബ്ബി അക്റമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. സൂറത്ത് അൽ ഫജ്ർ, സൂറത്തിൽ ലോകാത്ഭുത ഗ്രന്ഥമാകുന്ന, ലോകത്തിന് ഇന്ന് വരെ മറുപടി പറയാൻ പറ്റാത്ത, ലോകത്തോട് വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ ലോകാത്ഭുത ഗ്രന്ഥത്തിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിവരിച്ച ചില ഭാഗങ്ങളാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമ, മനുഷ്യന് കാശുകൾ ലഭിക്കുമ്പോൾ ഫഅക്റമഹു വനഅമഹു,
അവന് ധാരാളം കാശുകളും സമ്പത്തുകളും ലഭിക്കുമ്പോൾ അവൻ പറയുന്നു റബ്ബി അക്രമൻ, റബ്ബി എന്നെ എന്തോരു സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ചു എന്ന്. റബ്ബ് പറയുന്ന അല്ല, മബ്തലഹു റബ്ബുഹു, റബ്ബ് അവനെ പരീക്ഷിക്കുകയായിരുന്നു സമ്പത്തിലൂടെ എന്ന്. ആ കാശ് എന്ത് കാട്ടുന്നു? അള്ളാന്റെ വഴിയിൽ ചെലവഴിക്കുന്നുണ്ടോ? അവന്റെ കുട്ടികൾക്ക് ചെലവഴിക്കുന്നുണ്ടോ? അവന്റെ കുടുംബത്തിൽ അവൻ ചെലവഴിക്കുന്നുണ്ടോ? അല്ല കള്ളു കുടിച്ച് വേസ്റ്റ് ആക്കുന്നുണ്ടോ? അല്ല വ്യഭിചരിച്ച് വേസ്റ്റ് ആക്കുന്നുണ്ടോ? അല്ല തോന്നിവാസം കാട്ടി വേസ്റ്റ് ആക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അവന് ഞാൻ നൽകിയത്. അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു. ഇനി നാം അവന് റിസ്ഖിനെ മുട്ടിപ്പിച്ചാൽ, ഇടുക്കിയാൽ, ഖദറ എന്ന് പറഞ്ഞാൽ ഇടുക്കുക, കൂടുതൽ സമ്പത്ത് നൽകാതിരിക്കുക. ഫയഖൂൽ, അവൻ പറയുന്നതാണ് റബ്ബി അഹാനൻ, റബ്ബി എന്നെ നിന്യപ്പെടുത്തി, നിസ്സാരപ്പെടുത്തി. റബ്ബ് പറയുന്ന അല്ല, മബ്തലാഹു, അവനെന്ത്, അവനെ പരിശോധിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്ന വാക്കിൻ്റെ വിശദീകരണമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അത് നമ്മുടെ സമ്പത്തിൽ, അതുപോലെ നമ്മുടെ സന്താനങ്ങൾ അള്ളാഹു പണ്ട് ഒലീദിനെ കുറിച്ചൊക്കെ പറഞ്ഞ ശൈലിയിൽപ്പെട്ടതാണ്. 10ഓളം മക്കളെ, നല്ല ചുറുചുറുക്കുള്ള യുവാക്കളെ, ചോരത്തിളപ്പുള്ള സാമർഥ്യമുള്ള കഴിവുള്ള യുവാക്കളെ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ യുവാക്കളെ കൊണ്ട് അവന് റബ്ബിന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കാൻ, റബ്ബിനിൽ വിശ്വസിക്കാൻ, റബ്ബിന് സുജൂദ് ചെയ്യാൻ, റബ്ബാണ് ഏകനെന്ന് വിശ്വസിക്കാൻ, റബ്ബിനെ മാത്രം ആരാധിക്കാൻ, റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ, റബ്ബിനെ മാത്രം നേർച്ചയാക്കാൻ, റബ്ബിനെ മാത്രം മറക്കാൻ, റബ്ബിന്റെ മാത്രം ജീവിക്കാൻ, റബ്ബിനെ മാത്രം മരിക്കാൻ എന്നീ തൗഹീദിന്റെ ഭാഗമാകുന്ന, ഏകദൈവ വിശ്വാസത്തിന്റെ ഭാഗമാകുന്ന ആ ഭാഗത്തിൽ മൂപ്പര് വിജയിച്ചില്ല എന്ന് അള്ളാഹു ഖുർആനിലൂടെ അവൻ ആക്ഷേപിച്ച് സംസാരിച്ച ശൈലിയിൽ ലോകാത്ഭുത ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവന്റെ വിവരം, അവന്റെ മകനാണ് നമ്മുടെ നേതാവായ സൈഫുല്ലാ അഥവാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു. അതെ, അപ്പോൾ ഇബ്തിലാ എന്ന വിഷയം അഥവാ ഫിത്ന എന്ന വിഷയം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ, പരീക്ഷണം എന്ന സബ്ജക്റ്റ് നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ, അത് യഥാർത്ഥത്തിൽ നാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം അത് നടപ്പാക്കാൻ പറ്റുന്ന, നമ്മുടെ പരിസരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ പെട്ടതാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. അഥവാ കുട്ടികളിലൂടെ നമ്മെ റബ്ബ് പരിശോധിക്കും. അപ്രകാരം ചിലപ്പോൾ കുട്ടികളിലൂടെ പരിശോധിക്കുന്നതിൽ പെട്ടതാണ്. നല്ല സുന്ദരന്മാരായ കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. ആ കുട്ടികൾക്ക് പെമ്പേഴ്സ് വാങ്ങാൻ, അല്ലെങ്കിൽ പാല് വാങ്ങാൻ, അല്ലെങ്കിൽ അവരെ വളർത്താൻ എന്നീ കാര്യങ്ങളിൽ മാത്രം മുഴുകി നമസ്കാര ടൈം വരുമ്പോൾ അറിഞ്ഞില്ല, നമസ്കാര ടൈം പോയതും അറിഞ്ഞില്ല. അപ്പോഴോ പരീക്ഷണം ഈ കുട്ടികളെ കൊണ്ട് ഒരിക്കലും എന്താവാൻ പാടില്ല. അള്ളാഹ്ക്ക് നൽകേണ്ട, സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിന് നൽകേണ്ട, നമ്മെ ശിക്ഷിച്ച് രക്ഷിച്ച് പോറ്റുന്ന ആ മഹാനേതാവിന് നൽകേണ്ട ആ ആരാധനകളിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. അപ്പോൾ അത് നമുക്ക് പരീക്ഷണം എന്ന് റബ്ബ് പറഞ്ഞ ഇനത്തിൽ പെട്ടുപോകുന്നതാണ്. നമുക്ക് അനുകൂലമായിരിക്കണം, പ്രതികൂലമാവാൻ പാടില്ല എന്നർത്ഥം. എന്ത്? നമ്മുടെ സമ്പത്തുകൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ സന്താനങ്ങൾ. മനസ്സിലായല്ലോ? അതെ, അതുകൊണ്ടാണ് റബ്ബ് പറയുന്നത് നബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. നബ്ലൂക്കും, നാം നിങ്ങളെ പരിശോധിക്കും, ബിശ്ശർരി തിന്മ കൊണ്ട്, വൽ ഖൈരി നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ ഞാൻ പരിശോധിക്കും. വഇലൈനാ തുർജഊൻ, നിങ്ങൾ മുഴുവനും എന്നിലേക്ക് മടങ്ങുന്നവരാണ്, നിങ്ങൾ മുഴുവനും മരിക്കേണ്ടവരാണ്, നിങ്ങൾ മുഴുവനും എൻ്റെ കോർട്ടിലേക്ക് ഹാജരാകുന്നവരാണ്, നിങ്ങൾ മുഴുവനും എൻ്റെ വിചാരണക്ക് അതീതരാകുന്നവരാണ്. നിങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് കൈകെട്ടി മറുപടി പറയേണ്ടി വരും. ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ നൽകിയതായ ആ സമ്പത്ത് എന്ത് കാട്ടി, ആ സന്താനങ്ങൾ എങ്ങനെ വളർത്തി എന്ന കാര്യത്തിൽ. ഈ സന്താനം പറയുമ്പോഴേ, ഇവിടെ സൗദി അറേബ്യയിൽ വന്ന് ജീവിക്കുമ്പോൾ, അതുപോലെ തന്നെ ഗൾഫ് രാഷ്ട്രത്തിൽ വന്ന് ജീവിക്കുമ്പോൾ അവരുടെ മക്കൾ നാട്ടിലാണ്. ആ നാട്ടിലുള്ള മക്കളെ ശരിക്ക്
വിശ്വാസയോഗ്യവാന്മാരായ അധ്യാപകന്മാരുടെ കയ്യിൽ, വിശ്വാസയോഗ്യവാന്മാരായ ഭാര്യയുടെ കയ്യിൽ, വിശ്വാസയോഗ്യവാന്മാരായ ഭാര്യയുടെ ഉമ്മയുടെ കയ്യിൽ, അല്ലെങ്കിൽ സ്വന്തം ഉമ്മയുടെ വാപ്പയുടെ കയ്യിൽ നല്ല ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അവർക്ക് ശിക്ഷണം നൽകുന്ന അങ്ങനെയുള്ളവരുടെ കയ്യിലേൽപ്പിച്ച് വരണം. ഞാൻ ഗൾഫിലല്ലേ, ഞാൻ എങ്ങനെയാമോ അവരെ ശ്രദ്ധിക്കുക? ഞാൻ എങ്ങനെ നിന്റെ കഴിവിൽപ്പെട്ട, നിന്റെ കസ്റ്റഡിയിൽപ്പെട്ട, നിനക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരെ നീ കൺട്രോൾ ചെയ്യാം. ഞാനിവിടെ പറയാറുണ്ട്, സുബഹി നമസ്കാരത്തിന് കുട്ടികളെ ഉണർത്താൻ കേരളത്തിൽ ഇവിടത്തേക്കാളും 2.5 മണിക്കൂർ മുമ്പാണ് ബാങ്ക് വിളിക്കുക. എന്നാലും ആ സമയത്ത് അലാറം വെച്ചിട്ട് ഇവിടെ നിന്ന് കുട്ടികളെ നമസ്കരിക്കാൻ വിളിക്കുന്ന പിതാക്കളെ നമുക്ക് പരിചയമുണ്ട് നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? കഴിവിൻ്റെ പരമാവധി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് അവരെ ഉണർത്താൻ പറ്റും. ഇവിടുന്ന് അവർക്ക് ഉപദേശം നൽകാൻ പറ്റും. ഇവിടെയാണല്ലോ. പിന്നെ നമ്മളാൽ സാധിക്കുന്ന രൂപത്തിലുള്ള എല്ലാം നാം ചെയ്ത് കഴിഞ്ഞു. നല്ല ഇസ്ലാമിക് ശിക്ഷണം നൽകുന്നതായ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അധ്യാപകന്മാരിലേക്കോ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്രകാരം നല്ല ഭാര്യയെ സെലക്ട് ചെയ്തു. ആ ഭാര്യ അവരെ ഇസ്ലാമിക ശിക്ഷണം നടത്തുന്നുണ്ട്. അവരെ ഏകദൈവ വിശ്വാസിയാക്കി മാറ്റുന്നുണ്ട്. അവർ പാളിപ്പോകുന്നില്ല. അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ളതായ പ്രതിരോധ വകുപ്പ് അവർക്ക് ഞാൻ നൽകി കഴിഞ്ഞു. ഇതെല്ലാം കാട്ടിയ ശേഷം പിന്നെയും അവർ വ്യതിചലിച്ചു പോവുകയാണെങ്കിൽ അതിന് നീ ഉത്തരവാദിയല്ല. പിന്നെ അവർ വ്യതിചലിച്ചു പോവുകയാണെങ്കിൽ അതിന് നീ അതല്ല ഉത്തരവാദിയല്ല. കാരണം നിന്റെ ബാധ്യതകൾ നീ നിർവഹിച്ചു കഴിഞ്ഞാൽ അത് റബ്ബ് കാണുന്നുണ്ട്, അത് റബ്ബ് കുറിക്കുന്നുണ്ട്. അതെ, റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മോട് പറയുന്ന ശൈലി അറിയാം. എന്ത്? വമാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ലോകാത്ഭുത ഗ്രന്ഥത്തിൽ ആദമിന്റെ സന്തതി ഒരു വാക്കുച്ചരിക്കുമ്പോൾ അവരെ റഖീബ് അതീദ് ശരിക്ക് വീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, റിക്കാർഡാക്കുന്നുണ്ട്. ഇന്ന റസൂലനാ, വേറെ ആയത്തിൽ ഇന്ന റസൂലനാ ലദൈഹിം യക്തുബൂൻ. നമ്മുടെ പ്രതിനിധികളായ എഴുത്തുകാർ അവർ ചെയ്യുന്ന പ്രവർത്തനത്തെ, ക്രൂരകൃത്യമാണെങ്കിൽ അത്, നന്മയാണെങ്കിൽ അത് അവകൾ കുറിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എൻ്റെ അടുക്കൽ ഹാജരാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചനാഥനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു, ആ നാഥനായ അല്ലാഹു, അവൻ്റെ സിഡിമാർ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അവൻ്റെ മലക്കുകൾ, മാലാക്കന്മാർ നമ്മുടെ കൂടെയുണ്ട്. അവർ കാണുന്നുണ്ട്, അവർ കുറിക്കുന്നുണ്ട്. ഇത് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കാതിരിക്കാൻ വേണ്ടി ആണ് അങ്ങനെ ചെയ്യുന്നത്. എന്നല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുമ്പോൾ അറിയുന്നുണ്ട്, അത് കാണുന്നുണ്ട്. അതോടൊപ്പം എന്തിനാണ് മലക്കുകളെ കൊണ്ട് കുറിപ്പിക്കുന്നത്? പരലോകത്തിൽ ഹാജരാക്കാൻ വേണ്ടി. നിങ്ങൾ ചെയ്തതല്ലേ? ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ്. ഇത് നാം എഴുതിക്കൂട്ടി, നാം റിക്കാർഡാക്കി വെച്ചതായ കുറിപ്പുകളാണ്. ഈ സാധനം നിങ്ങൾ കള്ള് കുടിച്ച രൂപം, നിങ്ങൾ വ്യഭിചരിച്ച രൂപം, നിങ്ങൾ പീല ഹൗസിൽ ക്യൂ നിന്ന രൂപം, നിങ്ങൾ പലിശ ബാങ്കിൽ ക്യൂ നിന്ന രൂപം, നിങ്ങൾ ചെയ്തതായ ക്രൂരകൃത്യങ്ങൾ, നിങ്ങളുടെ ആക്രമണങ്ങൾ, നിങ്ങളുടെ അനീതികൾ, നിങ്ങളുടെ തട്ടിപ്പുകൾ, നിങ്ങളുടെ വെട്ടിപ്പുകൾ, നിങ്ങളുടെ വഞ്ചനകൾ, നിങ്ങളുടെ ചതിവുകൾ, ഇതെല്ലാം കുറിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പറയപ്പെടും ഹാദാ കിതാബുനാ, ഇത് നമ്മുടെ ഗ്രന്ഥമാണ്. നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്തതിനെ ക്രോഡീകരിച്ചതാണ്. യൻതിഖു അലൈക്കും ബിൽ ഹഖ്, അത് നിങ്ങളോട് പറയുന്നത് സത്യം മാത്രമാണ്. നിങ്ങൾ ചെയ്തത് മാത്രമേ അതിൽ കയറുകയുള്ളൂ, അതിൽ കടന്നിട്ടുള്ളൂ, അതിൽ കുറിച്ചിട്ടുള്ളൂ. നിങ്ങൾ പറയാത്തതോ നിങ്ങൾ ചെയ്യാത്തതോ അതിൽ കുറിക്കപ്പെട്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? ഇപ്പോൾ എവിടുന്ന് വന്നു? ഇവിടുന്ന് ഇത് എങ്ങനെ കുറിക്കപ്പെട്ടു? ഇത് എങ്ങനെ ദൈവം കണ്ടു? ഇത് എങ്ങനെ റബ്ബ് കണ്ടു? ഇത് എന്നതിൽ അത്ഭുതമുണ്ടോ? അത്ഭുതപ്പെടേണ്ടതില്ല. റബ്ബ് പറയുന്നു, ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. നിങ്ങൾ ഭൂമിയിൽ വെച്ചിട്ട് ചെയ്തതായ സർവ്വ പ്രവർത്തനത്തെ നാം കോപ്പിയടിക്കുകയായിരുന്നു. നാം അഥവാ ഷിട്ടാവ് അഥവാ രക്ഷിതാവ്, എല്ലാം അറിയുന്ന, എല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്ന, മറഞ്ഞതും വ്യക്തമായതും അറിയുന്ന റബ്ബ് കുറിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. അതെ, അതുപോലെ തന്നെ അല്ലാഹു ചോദിക്കുന്നു, അഹസിബന്നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. നമ്മുടെ സബ്ജക്റ്റ് മക്ക ഇമാമ ചർച്ച ചെയ്തതായ സബ്ജക്റ്റാണത്, ഫിത്ന.
സഹോദര സഹോദരിമാരെ, ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ, അവരെ ഞാൻ വെറുതെ വിടുമെന്ന്? അവർ ഞങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം. ഒരാൾ സത്യവിശ്വാസിയായി കഴിഞ്ഞാൽ, ഒരാൾ ഏകദൈവ വിശ്വാസിയായി കഴിഞ്ഞാൽ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന കലിമത്ത് തൗഹീദിൻ്റെ ഉടമയായി കഴിഞ്ഞാൽ ബാധ്യതകൾ അദ്ദേഹത്തിൻ്റെ തലപ്പത്ത് കയറി, ഉത്തരവാദിത്തങ്ങൾ കയറി. കാരണം അവൻ സ്വർഗത്തിലേക്ക് ഒരുങ്ങിയവനാണ്. അവൻ എന്നേക്കും കോടാന 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 അറ്റമില്ല കോടി വർഷങ്ങൾ സുഖലോലുപനായിട്ട് രമ്യഹർമ്യകളിൽ, പൂന്തോപ്പുകളിൽ, കൊട്ടാരങ്ങളിൽ ആ സ്വർഗീയ ജീവിതം നയിക്കേണ്ടവനാണ്. അങ്ങനെ ഒരുങ്ങുന്നവരാകുമ്പോൾ അവൻ്റെ ചില ബാധ്യതകൾ ഇവിടെ അല്പ ദിവസങ്ങളിലൂടെ, അല്പമാസങ്ങളിലൂടെ, ഒരു ദിവസത്തിൽ 24 മണിക്കൂറിലൂടെ 25 മിനിറ്റ് മാത്രം ഏകദേശം 5 വക്ത് നിസ്കരിക്കാൻ അത്ര വേണ്ടതുള്ളൂ. കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. സമ്പാദിക്കുമ്പോൾ നല്ലത് സമ്പാദിക്കുക, എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നല്ലത് സമ്പാദിക്കുക എന്നുള്ളത്. തിന്നുമ്പോൾ നല്ലത് തിന്നുക, കുടിക്കുമ്പോൾ നല്ലത് കുടിക്കുക. അപ്രകാരം തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യം മാത്രം പറയുക, സത്യസന്ധരായി ജീവിക്കുക. നന്മ മാത്രമേ ഈ മതം ഇത് പഠിപ്പിക്കുന്നുള്ളൂ. അപ്രകാരം തന്നെ ചാർച്ച ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ടേയിരിക്കുക. അമുസ്ലിം ആയിരുന്നാലും ഒരു വ്യക്തി, അദ്ദേഹം മുസ്ലിമായി, അദ്ദേഹത്തിന്റെ ഭാര്യ മുസ്ലിമല്ല എങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉമ്മ മുസ്ലിമല്ല, അദ്ദേഹത്തിന്റെ വാപ്പ മുസ്ലിമല്ല എന്നായിരുന്നാലും അവരുടെ ഭൗതികമായിട്ട് അവർക്ക് ചെയ്യേണ്ടതായ അവകാശങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതേ സമയത്ത് അവരുമായിട്ടുള്ളതായ ആ സ്നേഹബന്ധം, അത് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആദർശം അവർ ഉൾക്കൊള്ളുന്നത് സമയത്ത് ഉണ്ടാവേണ്ടതാണ്. നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആദർശം നിങ്ങളുടെ ഉമ്മാക്കും നിങ്ങളുടെ വാപ്പയ്ക്കും ഉണ്ടോ എന്നാൽ നമുക്ക് അവരെ ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് സ്നേഹിക്കാം. അല്ലാത്ത പക്ഷം ഭൗതികമായ കാര്യത്തിൽ അവരോട് വീഴ്ച വരുത്താൻ പാടില്ല, അവരെ വഞ്ചിക്കാൻ പാടില്ല, അവരെ തട്ടിപ്പ് നടത്താൻ പാടില്ല, അവരെ അപഹരിക്കാൻ പാടില്ല, അവരെ തരം താഴ്ത്താൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാം കൽപ്പിക്കുന്നതായ നിയമങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പറയുന്നു, നിങ്ങളെ ഞാൻ ഈ മതത്തിലൂടെ, ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടിക്കഴിഞ്ഞ ശേഷം പരിശോധിക്കൽ കൂടിയില്ലെങ്കിൽ, മക്ക ഇമാമിന്റെ വിഷയം, പരിശോധിക്കൽ കൂടിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്നോ? ഇല്ല. അപ്പോൾ പരിശോധന മുഖ്യമാണ്, പരീക്ഷണം മുഖ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമില്ലേ നമ്മുടെ നേതാക്കൾ? ഇപ്പോൾ നിങ്ങൾ മദീനയിൽ ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാർ. നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയെ, നമ്മുടെ പ്രതാപത്തെ, നമ്മുടെ നേതാക്കൾ ചെയ്ത പ്രവർത്തനത്തെ, അവർ ചെയ്തതായ നാട്ടുകളിൽ വെച്ചിട്ട് ഓർക്കാൻ, അത് ചിന്തിക്കാൻ, അത് പറയാൻ, അത് പഠിപ്പിക്കാൻ, അത് ഉൾക്കൊള്ളാൻ ഇവിടെ വെച്ചിട്ട് സാധിക്കുന്നു അല്ലേ? അത് മഹാഭാഗ്യമാണ്. എന്നാൽ മക്ക എന്ന ആ മഹാമണ്ണിൽ വെച്ചിട്ട് ഈ വിശുദ്ധ പ്രസ്ഥാനമാകുന്ന ഏകദൈവ വിശ്വാസമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ദൈവമേ ഇല്ല, ആരാധ്യ, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ പറ്റുന്ന ശക്തിയേ ഇല്ല, വ്യക്തിയേ ഇല്ല. ഈ ബിംബങ്ങളെല്ലാം അത് ആരാധിക്കപ്പെടേണ്ടതല്ല. അപ്രകാരം തന്നെ വസ്തുക്കളും ആരാധിക്കപ്പെടേണ്ടതല്ല, വ്യക്തികളും ആരാധിക്കപ്പെടേണ്ടതല്ല. ഷിട്ടാവായ റബ്ബ് അത് എന്നെന്നും ജീവിക്കുന്നവനാണ്, ജീവിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ്. അവന് തുടക്കമില്ല, അവന് അവസാനമില്ല. അങ്ങനെയുള്ള മഹാശക്തിയാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു. ആ മഹാശക്തി ലോകത്തെ മുഴുവനും ഭരിക്കുന്നവനാണ്. അവൻ ഉറങ്ങുന്നില്ല, അവന് തൂക്കുറക്കില്ല, അവൻ മറക്കുന്നവനല്ല. അവനെല്ലാം വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു, എല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു, എല്ലാം റിക്കാർഡാക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളതായ മഹാശക്തനിൽ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ശക്തികൾ എതിർക്കും, ശക്തികൾ ശത്രുക്കളായി മാറും, ശക്തികൾ നമുക്കെതിരിൽ നിൽക്കും. ശക്തികളിൽ നിന്നിട്ട് നല്ലൊരു ശതമാനം നമ്മുടെ എതിരിലായിരിക്കും അല്ലേ? ഇന്ന് ലോകത്ത് ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണോ? അല്ലേ? മുസ്ലിങ്ങളല്ല. എന്തുകൊണ്ട്? സത്യത്തിന്റെ പിന്നാടി നടക്കുന്നവർ ബുദ്ധിജീവികൾ മാത്രമാണ്. സത്യം ഉൾക്കൊള്ളാൻ, ഹിദായത്ത് നേടാൻ, ഹിദായത്ത് സമ്പാദിക്കാൻ അള്ളാഹ് സെലക്ട് ചെയ്തവർക്ക് മാത്രമാണ് സാധിക്കുക. അങ്ങനെയുള്ള ആ മഹാത്മാക്കളിൽ നാം പെട്ടു എന്നത് മഹാഭാഗ്യമാണ്. അള്ളാഹു ഇതേ നിലക്ക് മരണം വരെ ഈ മതത്തിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടിയവരിൽപ്പെട്ട ഒരു പെണ്ണിന്റെ കഥ മാത്രം, ഒരു മഹദിയുടെ കഥ മാത്രം. പക്ഷേ സാധാരണ പെണ്ണല്ല, പിന്നെയോ നേതാക്കളിൽ നേതാവായിരുന്ന പെണ്ണാണ്. ആരാണത്? ഉമ്മു സലമ.
ഇസ്ലാം മതം വിശ്വസിച്ചു. ഇസ്ലാം മതം വിശ്വസിച്ചപ്പോൾ അവർക്ക് മക്ക വിടേണ്ടി വന്നു. ആദ്യമായിട്ട് മക്കയിൽ നിന്നിട്ട് ഹിജ്റ പോയ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണായിരുന്നു ഉമ്മുസലമ. എവിടേക്ക്? എത്യോപ്യ ആകുന്ന അമുസ്ലിങ്ങളുടെ നാട്ടിലേക്ക്, അഥവാ ക്രിസ്ത്യാനികളുടെ നാട്ടിലേക്ക്, എത്യോപ്യയിലേക്ക്, അബ്സീനിയയിലേക്ക്. ആ മഹദി വീണ്ടും മടങ്ങി വന്ന് മക്കയിൽ താമസിക്കുമ്പോൾ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ മതത്തിൽ മെമ്പർഷിപ്പ് നേടിയവരായ അല്പം കൈകൊണ്ടെണ്ണാൻ മാത്രമുള്ള ആ മഹാത്മാക്കളാകുന്ന നേതാക്കൾ, അവര് കുലീനന്മാരായതും നേതാക്കളായതും തറവാട്ടിൽപ്പെട്ടവരായതും ഇതെല്ലാം ആയതോടുകൂടി തന്നെ അവരെ ബഹിഷ്കരിക്കപ്പെട്ടു, അവരെ തള്ളപ്പെട്ടു, അവരെ പരീക്ഷിക്കപ്പെട്ടു, അവരെ നാട് കടത്തപ്പെട്ടു. അവരിൽപ്പെട്ട ഒരു മഹാനേതൃത്വമാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ. ഉമ്മു സലമ, അവരെ കുറിച്ച് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ കേൾക്കുക. അവര് ഇസ്ലാം മതത്തിന് മെമ്പർഷിപ്പ് നേടിയതായ സന്ദർഭത്തിൽ അവരുടെ ഭർത്താവായ അബൂ സലമ, ഈ രണ്ട് വ്യക്തിയും അവരുടെ മകനായ സലമ, ആ മൂന്ന് വ്യക്തിയും കൂടി മദീനയിലേക്ക് ഹിജ്റ വന്ന രംഗം. മദീനയിലേക്ക്, നിങ്ങൾ കാണുന്ന ഈ നാട്ടിലേക്ക് 1434 വർഷം മുമ്പ് ഹിജ്റ വന്നവരാണ് ഇവിടെയുള്ളതായ സഹാബാക്കളും അവർക്ക് മുമ്പ് നേതൃത്വമായ നമ്മുടെയും ലോക മുസ്ലിങ്ങളുടെ നേതൃത്വമായ നമ്മുടെയും മുസ്ലിങ്ങളുടെയും കണ്ണിലുണ്ണിയായ നമ്മുടെ ഈ തൊട്ട് അദ്യവിഷമകൊള്ളുന്ന മഹാവ്യക്തിത്വമായ ഈ പള്ളിയിൽ നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്ന വ്യക്തിയായ ആര്? നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയും അവരുടെ കൂടെ ഇവിടെ ഹിജ്റ വന്ന മക്കക്കാരായ മുഹാജിറുകളും അല്ലേ? ആ മുഹാജിറുകളിൽ നിന്ന് ആദ്യമായിട്ട് ഹിജ്റ വന്നവരിൽപ്പെട്ട, ആദ്യമായിട്ട് ഹിജ്റ വന്ന സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതമാണ് നിങ്ങൾ കേൾക്കുന്നത്. അവർ സ്വന്തം അവർ സ്വന്തം ഹിസ്റ്ററി അവർ സ്വന്തം നമുക്ക് പഠിപ്പിച്ചിരുന്നു. മക്കയിൽ വെച്ചിട്ട് ഞാൻ സാധാരണക്കാരനല്ല, സാധാരണ വ്യക്തിയല്ല. ആര്? ഉമ്മു സലമ. പിന്നെയോ ഖുറൈശി വംശത്തിൽ അബൂജഹലിന്റെ കുടുംബമാണ്. ഖുറൈശി വംശത്തിൽപ്പെട്ട ലോകത്തിലുള്ള കുടുംബത്തിൽ ഏറ്റവും ഉയർന്ന കുടുംബമാണ് ഖുറൈശി വംശം. അതിൽ ഏറ്റവും ഉയർന്ന കുടുംബമാണ് ഹാഷിം കുടുംബം. ആ കുടുംബത്തിലാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ജനിച്ചത്. ആ മഹദിയായ ഉമ്മു സലമ പറയുന്നു, ഞാനും എൻ്റെ ഭർത്താവും കൂടി ഹിജ്റ വരാൻ, അഥവാ മക്ക വെടിഞ്ഞുകൊണ്ട് ആദർശത്തെ സംരക്ഷിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കാത്തുരക്ഷിക്കാൻ, അതിന് കോട്ടം തട്ടാതിരിക്കാൻ, ആ ആദർശത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഭർത്താവും കൂടി മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെടാൻ തീരുമാനിച്ച വാർത്ത മക്കക്കാരറിഞ്ഞപ്പോൾ എന്തു ചെയ്തു? വിട്ടില്ല. ആര് വിട്ടില്ല? സ്വന്തം കുടുംബക്കാര് വിട്ടില്ല. അവർ പറഞ്ഞു പോകാൻ പറ്റൂല. ഈ കല്യാണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് മതം മാറിപ്പോവാ. മതം മാറുമ്പോൾ ഉണ്ടാകുന്നതായ പരീക്ഷണങ്ങളിൽ മഹാപരീക്ഷണം ഈ കുടുംബത്തിലൂടെ നാം കാണുന്നു. അതനുഭവിച്ചു. പുതുമുസ്ലിങ്ങളാണവർ, ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടിയവരാണവർ. ആ അങ്ങനെയുള്ള പുതുമുസ്ലിങ്ങളായ ഉമ്മു സലമയും അബൂ സലമയും മദീനയിലേക്ക് ഹിജ്റ വന്ന, അഥവാ മക്ക ഒഴിച്ച് മദീനയിലേക്ക് ആദർശത്തെ, വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി വന്നതായ കഥയാണ് നാം കേൾക്കുന്നത്. പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ടോ അവരെ പോകുന്നതിന് തടഞ്ഞു. ആര്? ഉമ്മു സലമയുടെ കുടുംബക്കാർ. ഉമ്മു സലമയുടെ കുടുംബക്കാർ പറഞ്ഞു, അബൂ സലമയോട് പോയിക്കോ നീ, പക്ഷേ ഞങ്ങളുടെ പെണ്ണിനുമായിട്ട്, ഞങ്ങളുടെ കുടുംബ മെമ്പറായ പെണ്ണിനുമായിട്ട് നിന്നെ പോകാൻ സമ്മതിക്കൂല. അങ്ങനെ പിടിയും വലിയും നടന്നു. അദ്ദേഹം രക്ഷപ്പെട്ടു. ആര്? അബൂ സലമ രക്ഷപ്പെട്ടു. അബൂ സലമ മദീനയിലേക്ക് വന്നു. അബൂ സലമ മദീനയിലേക്ക് വന്നപ്പോൾ ഈ അബൂ സലമയുടെ കുടുംബക്കാര്, കുട്ടി അവരുടേതാണല്ലോ, കുട്ടി അവരുടെ കുടുംബമാണ്, അവരുടെ കുടുംബത്തിലെ കുട്ടിയാണ്. ആരുടെ? അബൂ സലമയുടെ കുട്ടിയാണ്. കുട്ടി ആരുടെ കൂടെയുണ്ട്? ഈ പെണ്ണിന്റെ കൂടെയുണ്ട്, അഥവാ ഉമ്മു സലമയുടെ കൂടെയുണ്ട്. ഉമ്മു സലമയോട് കുട്ടീനെ പിടിച്ചു വലിച്ചു. വലിയുടെ കടുപ്പം കാരണത്താൽ കുട്ടിയുടെ കൈ സ്ഥലത്തിൽ നിന്നിട്ട് തെറ്റി. കുട്ടിക്ക് മുല കുടിക്കുന്ന കുട്ടിയാണ്. കുഞ്ഞോമന പൈതലിനെ അവർ പിടിച്ചു വലിച്ചു. അവരുടെ ഭാഗത്ത് കൊണ്ടുപോയി കുട്ടിയെ അറസ്റ്റ് ചെയ്തു. ഉമ്മു സലമയുടെ കുടുംബക്കാരും അബൂ സലമയുടെ കുടുംബക്കാര് കുട്ടിയെ സലമയുമായിട്ട് പോയി
ഉമ്മു സലമൻ്റെ വീട്ടിലേക്കും. അങ്ങനെ മൂന്ന് വ്യക്തികളെ, കുട്ടി വേറെ, ഉമ്മ വേറെ, വാപ്പ വേറെ ആയി മാറി. എന്ത് കാരണത്താൽ? ആദർശ സംരക്ഷണത്തിന് വേണ്ടി മാത്രം. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? അവർ ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞത് കാരണത്താൽ അവരെ ഞാൻ വെറുതെ വിടുമെന്ന് ഇല്ല, അവരെ പരീക്ഷിക്കാതെ. അപ്പോൾ പരീക്ഷണം അനിവാര്യമാണ്. ഒരു പക്ഷേ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ തറവാട് മുസ്ലിമായി ജീവിക്കുന്ന വ്യക്തിക്ക് മരിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. എന്നാലും അവന്റെ ജീവിതത്തിൽ അവൻ പരീക്ഷണം ഏൽക്കേണ്ടി വരുന്നു. അവൻ പെണ്ണിനെ കാണുമെന്ന് പൂതിയുണ്ട്, പെണ്ണിന് ഭംഗിയുണ്ട്, ഇവന് കണ്ണുണ്ട്, അവന് വികാരമുണ്ട്, അവൾക്കും വികാരമുണ്ട്. ഇസ്ലാം പറയുന്നു, നോക്കരുത്, നിനക്ക് അനുവദിക്കപ്പെട്ട പെണ്ണല്ലെങ്കിൽ. അവിടെയും പരീക്ഷണത്തിനിരയാകുന്നു. അപ്പോൾ ഒരു മുസ്ലിമായി ജീവിക്കാൻ തീരുമാനിച്ചാൽ എ മുതൽ Z വരെ അവൻ മരണം വരെ പരീക്ഷണത്തിന് വിധേയമാണെന്നർത്ഥം. അതുകൊണ്ട് ഒരു പ്രയാസവുമില്ല. കാരണം ഈ പരീക്ഷണത്തിന് പകരം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു, ഗ്രേഡ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. സ്വർഗത്തിൽ പേര് റിസർവ് ചെയ്യാൻ അവൻ അർഹനായി മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതുമില്ല. ഉമ്മു സലമ ഒരു സ്ഥലത്ത്, കുട്ടി മറ്റൊരു സ്ഥലത്ത്, അബൂ സലമ മദീനയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നേതാക്കളുടെ സ്ഥിതിയാണ്. നമുക്കൊക്കെ എത്ര സുഖം ഇന്ന് ജീവിക്കാൻ, നമുക്ക് വല്ല പ്രയാസമുണ്ടോ മുസ്ലിമായി ജീവിക്കാൻ? ഇന്ത്യയിൽ മതേതര രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല. ഓരോ വ്യക്തിക്കും അവനവൻ്റെ മതവുമായിട്ട് സ്വതന്ത്രനായി ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല. പ്രസംഗിക്കാനോ ഒരു പ്രയാസവുമില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്ന സീസുള്ള പ്രസംഗം കേരളത്തിൽ പ്രസംഗിക്കാം ഇല്ലേ? പ്രസംഗിച്ചൂടെ? അതെ, ഇത് സാധിക്കാത്ത സ്ഥലം ലോകത്തിലുണ്ട്. സൗദി അറേബ്യ അല്ലാത്ത എത്രയോ അറബ് രാഷ്ട്രത്തിൽ വരെ ഇന്നുണ്ട്. ഏത് ഇസ്ലാമിനെ കുറിച്ച് തന്നെ പറയാൻ പറ്റാത്ത നാടുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. പറഞ്ഞു വരുന്നത് പരീക്ഷണം നേരിടേണ്ടി വരുന്നതായ ശൈലിയെ കുറിച്ചാണ്. മഹാനായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഏതോ ഒരു എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക്, അല്ല മുഗീറയുടെ രണ്ടുപേരെ കുടുംബമാണ് കേട്ടോ. ഈ ഉമ്മു സലമി അബൂ സലമി ഒരു കുടുംബമാണ്, ബനു മഖ്സൂം കുടുംബമാണ്, ഖുറൈശി വംശമാണ്. എളാപ്പാൻ്റെ മകനാണ് ആരെ കെട്ടിയത്? ഉമ്മു സലമനെ കെട്ടിയത്. ഉമ്മു സലമൻ്റെ ഭർത്താവായിരുന്ന അബൂ സലമ ആരാണ്? എളാപ്പയുടെ മകനാണ്. എളാപ്പയുടെ മകന് എന്ത് ചെയ്യാം? മൂത്തപ്പയുടെ മകളെ കല്യാണം കഴിക്കാം ഇസ്ലാമിൽ. അങ്ങനെയാണല്ലോ വിധി, അറിയാമല്ലോ. അങ്ങനെ ആ കുടുംബക്കാർ എന്ത് ചെയ്തു? അവരിൽപ്പെട്ട ഒരു വ്യക്തിക്ക് കനിവ് തോന്നി, ആ പെണ്ണിനെ വിട്ടുകളയാം, ഭർത്താവിൻ്റെ കൂടെ പോകട്ടെ എന്ന്. അങ്ങനെ പരസ്പരം ചർച്ചക്കെടുത്തു. ആ നാട്ടുമുപ്പന്മാരായ അഥവാ മുഗീറ കുടുംബക്കാർ ചർച്ച ചെയ്തു. എന്നിട്ട് കുട്ടിയെ മടക്കി കൊടുക്കാനും പോകട്ടെ എന്ന് വെക്കാനും തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ കുട്ടിയെയുമായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് പുറപ്പെടുന്നതിൻ്റെ ഇടയിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നതായ കഷ്ടതകളിൽപ്പെട്ടതാണ്. ഞാൻ ഓരോ ദിവസവും എൻ്റെ കുട്ടിയെ പിടിച്ച് പറിച്ചെടുത്തു കൊണ്ടുപോയതായ രംഗവും, എൻ്റെ ഭർത്താവിൽ നിന്നിട്ട് എന്നെ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ രംഗവും ഓർക്കാൻ വേണ്ടി ഞാൻ ആ സ്ഥലത്ത് പോയി നിൽക്കാറുണ്ടായിരുന്നു. പെണ്ണല്ലേ ആ സ്ഥലത്ത് പോയി നിൽക്കാറുണ്ടായിരുന്നു. അത് ഓർക്കാറുണ്ടായിരുന്നു, അത് ഓർത്ത് കരയാറുണ്ടായിരുന്നു. 7 ദിവസം വരെ ഏകദേശം ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ കരച്ചൽ കണ്ടത് കാരണത്താൽ ഒരു വ്യക്തി എന്ത് ചെയ്തു? ഇങ്ങനെ പ്ലാനിട്ടു, മടക്കി കൊടുത്തു കളയാം, കുട്ടിയെ പോകട്ടെ എന്ന്. അങ്ങനെ കുട്ടിയെയുമായിട്ട് മദീനയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചപ്പോൾ കൂടെ പോകാൻ ആളില്ല, ഒറ്റക്കാണ്, തനിച്ചാണ്. അതാണ് ഈ ഇസ്ലാമിൻ്റെ ഹിസ്റ്ററിയിൽ, ഈ മതത്തിൻ്റെ പ്രാരംഭത്തിൽ ആദ്യമായിട്ട് ഒറ്റക്ക് മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് വന്ന പെണ്ണാണ് ആര്? ഉമ്മു സലമ. അവർ വന്നപ്പോൾ അവരെ വഴിമധ്യേ വെച്ചിട്ട് മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് വരുന്നതായ റൂട്ടിൽ ആയിഷ പള്ളിയിൽ ഉംറയ്ക്ക് വേണ്ടി ഇറാൻ കെട്ടാൻ വേണ്ടി പോകുന്നതായ പള്ളിയുള്ളതായ സ്ഥലമാകുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് കണ്ടു. ആര്? കഅബത്തിൻ്റെ താക്കോലിൻ്റെ ഉടമ എന്ന് നാം പരിചയപ്പെടുത്താറുള്ള വ്യക്തി കണ്ടു. അദ്ദേഹം അന്ന് മുസ്ലിമാണ്. അദ്ദേഹം അന്ന് ആരാണ്? മുസ്ലിമാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അത് കേട്ടു, നിങ്ങൾ കേൾക്കട്ടെ. ഉസ്മാൻ ഇബ്നു
തൽഹ. പഠിച്ചോളി, എന്ത്? ഉസ്മാൻ ഇബ്നു തൽഹ. ഉസ്മാൻ ഇബ്നു തൽഹ കഅബയുടെ താക്കോലിന്റെ ഉടമയാണ്. അഥവാ മക്ക കാഫിരീങ്ങൾ ഡിവൈഡ് ചെയ്തപ്പോൾ കഅബ ആരുടെ കയ്യിൽ, താക്കോൽ ആരുടെ കയ്യിൽ, ദാറുന്നദവത്ത് ആരുടെ കയ്യിൽ, സംസം ആരുടെ കയ്യിൽ, ഇങ്ങനെ ഓരി വെച്ചപ്പോൾ മക്ക കാഫിരീങ്ങൾ ഈ കുടുംബത്തിനാണ് കൊടുത്തത് കഅബത്തിന്റെ താക്കോൽ. ആ വ്യക്തി കണ്ടു. അദ്ദേഹം പറഞ്ഞു, എവിടുക്കാ പോകുന്നത്? അമുസ്ലിമാണെങ്കിലും അമുസ്ലിങ്ങളിൽ നല്ല മനുഷ്യന്മാരുണ്ടാവാം, അമുസ്ലിങ്ങളിൽ കെനിവുള്ളവരുണ്ടായിരിക്കാം, അമുസ്ലിങ്ങളിൽ സത്യസന്ധരുണ്ടായിരിക്കാം, അമുസ്ലിങ്ങളിൽ ഈ രൂപത്തിൽ പരോപകാരം ചെയ്യുന്നവരുണ്ടായിരിക്കാം. കണ്ടു, ചോദിച്ചു, എവിടെ പോകുന്നു നിങ്ങൾ? ഖുറൈശ് വംശത്തിൽപ്പെട്ടതായ ഒരു പെണ്ണാണ് തനിച്ച് പുറപ്പെടുന്നത്. എവിടേക്കാണ്? എൻ്റെ ഭർത്താവിലേക്ക് പോവുകയാണെന്ന്. ശ്രദ്ധിക്കണം, ബുദ്ധിജീവി. ഒരാൾ ഇസ്ലാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിബുദ്ധിശാലിയാവണം. ഒരാൾ ഈ മതത്തിൻ്റെ മെമ്പർഷിപ്പ് തേടി കഴിഞ്ഞാൽ അതിബുദ്ധിശാലിയാവണം. ബുദ്ധി ഉപയോഗിക്കുന്നു. എന്ത് പറഞ്ഞില്ല? ഞാൻ മുഹമ്മദിന്റെ അടുക്കലേക്ക് പോവാണെന്ന് പറഞ്ഞില്ല, ഞാൻ ഈ മതം മാറിപ്പോവാണെന്ന് പറഞ്ഞില്ല, ഞാൻ എൻ്റെ മതത്തെ ആദർശത്തെ രക്ഷിക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? മറ്റാളാരാണ്? മുസ്ലിമാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിലേക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തനിച്ച് പോകരുത്, ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ ഉസ്മാൻ ഇബ്നു തൽഹ, എന്തുകൊണ്ട് ഞാൻ മഹാൻ എന്ന് പറയുന്നു? അദ്ദേഹം അന്ന് മുസ്ലിമാണെങ്കിലും അദ്ദേഹം നമ്മുടെ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടിയതായ നേതാവാണ്, നമ്മുടെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊണ്ടാക്കി തരാം, ഒരു കാര്യം ചെയ്യൂ, ഈ നിങ്ങളുടെ ഒട്ടകത്തിന്റെ മീതെ നിങ്ങൾ കയറിക്കോളി, ഞാൻ നിങ്ങളോട് കൂടി വരാം. അങ്ങനെ രണ്ടുപേരും യാത്ര പോകുന്നു, മദീനയിലേക്ക് പുറപ്പെടുന്നു. നിങ്ങൾക്കറിയാം, മദീന മക്ക 465 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തിൽ കൂടി വളരെ പ്രയാസപ്പെട്ട് വേണം ഒട്ടക യാത്ര ചെയ്യണമെങ്കിൽ. മഹദിയാകുന്ന നമ്മുടെ ഉമ്മ പറയുന്നു, അഥവാ ഉമ്മു സലമ. ഉമ്മു സലമ ആരാണ്? നമ്മുടെ ഉമ്മയാണ്. അബൂ സലമ മരിച്ച ശേഷം ആരാണ് കല്യാണം കഴിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവായ ദൂതരുടെ ഭാര്യയാണ്. നിങ്ങൾ ചർച്ചകൾ ചെയ്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ സഹോദരി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എന്തോ ഒരു മര്യാദയുള്ള മനുഷ്യനാണ് ആ മനുഷ്യൻ. അദ്ദേഹം മുസ്ലിം ആയതോടൊപ്പം അദ്ദേഹം ഞാൻ ആവശ്യം നിറവേറ്റാൻ പോകുമ്പോൾ ദൂരെ പോയി നിൽക്കും. എന്നിട്ട് ആവശ്യം നിറവേറ്റി കഴിഞ്ഞ ശേഷം ഞാൻ ഒട്ടകത്തിൻ്റെ ഹൗദജിൽ കയറിയിരിക്കുന്നത് വരെ പ്രതീക്ഷിച്ചിരിക്കും. എങ്ങനെ ഒട്ടകത്തിൻ്റെ മീതെ ഞാൻ കയറിയിരുന്നാൽ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടക്കുകയും ചെയ്യും. അങ്ങനെ മര്യാദ പുലർത്തുന്നതായ ഒരു വ്യക്തിയായിരുന്നു എന്ന്. അദ്ദേഹം ഖുബ വരെ വന്നു. ഖുബയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് അറിയാം ഖുബ, അദ്ദേഹത്തിന് അറിയാം മദീന, അദ്ദേഹത്തിന് മദീനയുടെ ചുറ്റുപാടും അന്തരീക്ഷങ്ങളും അറിയാം. കടന്ന ഉടനെ തന്നെ പറയുകയുണ്ടായി, നിങ്ങളുടെ ഭർത്താവ് ഈ ഭാഗത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്ഥലം വിടുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ വരികയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂലാണ്, എല്ലാവർക്കും പരിചയമുള്ള വീട്. അവരിലൂടെ ഭർത്താവിലേക്കെത്തി. ആ ഭർത്താവുമായി കണ്ടുമുട്ടി. ആദ്യം മദീനയിലേക്ക് ഹിജ്റ വന്ന വ്യക്തിയായിരുന്നു ആര്? അബൂ സലമ റളിയല്ലാഹു തആല അൻഹ. ഈ പറയുന്ന അബൂ സലമ അല്പ ദിവസങ്ങൾക്ക് ശേഷം, അല്പ വർഷങ്ങൾക്ക് ശേഷം ഉഹദ് പോർക്കളത്തിൽ നടന്ന യുദ്ധത്തിലായിരിക്കാം പരിക്കേറ്റു. അദ്ദേഹം പിൻകാലഘട്ടത്തിൽ ഷഹീദായി മരിക്കുകയും ചെയ്തു. ഷഹീദായി മരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ട്. ഉമറുണ്ട്, ദുർറത്തുണ്ട്, ഉമ്മു സലമയല്ലാതെ സൈനബുണ്ട്. അങ്ങനെ 3 കുട്ടികളുണ്ട്. ദുർറ, സൈനബ്, ഉമർ എന്ന 3 കുട്ടികളുണ്ട്. ഈ 4ാമത്തെ കുട്ടിയാണ് ആദ്യം ജനിച്ച കുട്ടി. എവിടുന്ന ജനിച്ചത്? എത്യോപ്യയിൽ നിന്നിട്ട് ജനിച്ച കുട്ടിയാണ് സലമ എന്ന കുട്ടി. സലമ ആൺകുട്ടിയാണ്, പെൺകുട്ടിയല്ല. സലമ ആൺകുട്ടിയാണ്, പെൺകുട്ടിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ, ഭർത്താവ് മരിക്കൽ അള്ളാന്റെ വിധി അങ്ങനെയാണെങ്കിൽ നിർബന്ധമാണ്. ഉമ്മ മരിക്കൽ നിർബന്ധമാണ്, വാപ്പ മരിക്കൽ നിർബന്ധമാണ്, കുട്ടികൾ മരിക്കൽ നിർബന്ധമാണ്. ആര് മരിച്ചാലും പകരം നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്. അങ്ങനെയുള്ള പ്രാർത്ഥന ഉമ്മു സലമ പ്രാർത്ഥിച്ചു. ഏറ്റവും ഉത്തമമായത് നൽകണം, ഏറ്റവും നന്മയുള്ളത് നൽകണം, ഈ മുസീബത്തിന് പകരം നൽകണം എന്നൊക്കെ. ഒരാൾക്ക് മരണമുണ്ടായി കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വീട്ടുകാർ പറയുന്ന വാക്കുകളിൽ പെട്ടതാണ്. ആ വാക്ക് ഇവരും പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ നേതൃത്വമാണ്, നൽകിയതായ ഭർത്താവാണ് ആര്?
നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചരിത്രത്തിലൂടെ, വളരെ ഷോർട്ടാണ്, ചരിത്രത്തിലൂടെ നാം പഠിച്ച പാഠമെന്താണ്? വളരെ പരീക്ഷിക്കപ്പെട്ട രംഗം, വളരെ പരീക്ഷിക്കപ്പെട്ട രംഗം. അപ്പോൾ ഒരാൾ ഈ മതത്തിൽ മെമ്പർഷിപ്പ് നേടുമ്പോൾ ഉണ്ടാകുന്നതായ പ്രയാസമാണ് നമ്മുടെ നേതാക്കളിലൂടെ നാം കണ്ടത്. ഇത് ഖിയാമത്ത് നാൾ വരെ സംഭവിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളില്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാമെന്ന് ബോധിയുണ്ടോ എന്ന ചോദ്യമാണ് അള്ളാഹു ചോദിച്ചത്. അപ്പോൾ ഏകദൈവ വിശ്വാസത്തെ സംരക്ഷിക്കാൻ, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്നതായ പരീക്ഷണമാണ് നിങ്ങൾ കണ്ടത്. അതെ സഹോദര സഹോദരിമാരെ, എന്നാൽ വേറൊരു പരീക്ഷണം ഫിത്ന എന്ന അർത്ഥത്തിനുണ്ട്. അതെന്താണ്? അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാനേഷ്മാരി മുസ്ലിങ്ങൾ, ജനറൽ സർട്ടിഫിക്കറ്റ് മുസ്ലിങ്ങൾ പരാജയപ്പെടുന്ന രംഗവും ഒറിജിനൽ മുസ്ലിങ്ങൾ വിജയിക്കുന്ന രംഗവും. ശ്രദ്ധിക്കുക, ഒറിജിനൽ മുസ്ലിങ്ങൾ വിജയിക്കുന്ന രംഗവും കാനേഷ്മാരി മുസ്ലിങ്ങൾ പരാജയപ്പെടുന്ന രംഗവും. അതാണ് ഏറ്റവും കൂടുതൽ നടക്കാറുള്ളത്. ഫിത്ന എന്ന വാക്കിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നതായ പരീക്ഷണം അതേതാണ്? ശുബുഹാത്ത്. അതേതാണ്? ശുബുഹാത്ത്. എന്താണ് ശുബുഹാത്ത് എന്ന് പറഞ്ഞാൽ? ശുബുഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലല്ല, അത് ഷഹവാത്താണ്. ശുബുഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയക്കുഴപ്പം. നമ്മുടെ ആദർശത്തിന് നേരിടുന്നതായ തെറ്റിദ്ധാരണകളാണ്. തെറ്റിദ്ധാരണകൾ എന്താണ്? തെറ്റിദ്ധാരണകളിലൂടെ പരീക്ഷണം. പല തെറ്റിദ്ധാരണകൾ പലർക്കും വരും. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ബുദ്ധിപൂജകന്മാരായി ദീനിൽ നിന്നിട്ട് ഇങ്ങനെ അല്പാൽപമായി ബേക്കോട്ടടിക്കുന്നതായ വിഭാഗമുണ്ട്. എന്തിലൂടെയാണ്? തെറ്റിദ്ധാരണകളിലൂടെ, വസ്വാസികളിലൂടെ. ഈ തെറ്റിദ്ധാരണകൾ വരുമ്പോൾ നാം എന്ത് വേണം? വളരെ ശക്തിയോടുകൂടി തന്നെ, പതരാത്ത പാദത്തോടെ, ചിതരാത്ത ചിത്തത്തോടെ നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ ആദർശത്തിൽ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ഓറിയന്റലിസ്റ്റുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, സോഷ്യലിസ്റ്റുകാരുണ്ട്, സെക്കുലറിസത്തിൻ്റെ ഉടമകളുണ്ട്, ബുദ്ധിപൂജകന്മാരുണ്ട്, അതിന് പുറമെ ദേഹേച്ഛയുടെ ഉടമകളുമുണ്ട്. ഇതെല്ലാം നമ്മുടെ ആദർശത്തിനെ വ്യതിചലിപ്പിക്കുന്നതായ, നമ്മുടെ ആദർശം, നമ്മുടെ വിശ്വാസത്തിൽ നിന്നിട്ട് വ്യതിയാനം സംഭവിക്കാൻ സാധ്യതയുള്ളതായ ഫിത്ന. ഈ ഫിത്ന ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അതാണ് ഇന്ന് മക്ക ഇമാം ഊന്നി പറഞ്ഞതായ വിഷയം. മക്ക ഇമാം മക്കയിലുള്ള മിമ്പറിന്റെ മീതെ വെച്ച് ഇന്ന് ഖുതുബ ഓതിയപ്പോൾ അവരോതിയതായ ഹദീസുകളിൽ പെട്ടതാണ് എന്ത്? ഖിയാമത്ത് നാളാകുമ്പോൾ അപകടങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അന്ത്യദിനം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപകടങ്ങൾ വ്യാപകമായി കൊണ്ടേയിരിക്കും. ദീനിനെ അവന് വിൽക്കുന്നതാണ്. ദുനിയാവിന് പകരം ദീനിനെ വിൽക്കും. ദീനിനെ വിൽക്കും ദുനിയാവിന് പകരം. രാവിലെ ഒരാൾ മുസ്ലിമായിരിക്കും, വൈകുന്നേരം കാഫിറായിരിക്കും. വൈകുന്നേരം മുസ്ലിമായിരിക്കും. രാവിലെ കാഫിറായിരിക്കും. അഥവാ രാവിലെ മുസ്ലിമായവൻ ചുറ്റുപാട് അന്തരീക്ഷം, ഇയാൾ അങ്ങനെ പ്രസംഗിക്കുന്നു, അയാൾ ഇങ്ങനെ പ്രസംഗിക്കുന്നു, ഇയാൾ അത് പറയുന്നു, ഇയാൾ ഇത് പറയുന്നു, ആ ലേഖനം അത് പറയുന്നു, ആ നെറ്റിൽ കൂടി ഇതൊഴുകുന്നു. അങ്ങനെ നമ്മുടെ ആദർശത്തിന്റെ ഘടകവിരുദ്ധമായ പല തെറ്റിദ്ധാരണകൾ. മനസ്സിലായോ? ആരാണ് താഴെ? ക്ലാസ്സുമായി ബന്ധമില്ലാത്ത ആളാണെങ്കിൽ പുറത്താക്കുക. ഇത് നമ്മുടെ ആദർശവുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന
വിഭാഗം. മനസ്സിലാകുന്നുണ്ടല്ലോ? നമ്മുടെ മംഗലാപുരം മുതൽ, കാസർഗോഡ് മുതൽ, കാലിക്കറ്റിൽ മുതൽ, മലപ്പുറം മുതൽ, തിരുവനന്തപുരം മുതൽ എല്ലാ ഇടങ്ങൾ പരിശോധിച്ചാൽ 3 വഖ്തുകാർ ഇപ്പോൾ വ്യാപകമായി വരുന്നു. 5 വഖ്ത് പോയി 3 വഖ്തായി, അവസാനം നമസ്കാരമില്ലാതെയായി, കഴുകി കുട്ടിയില്ലാതെയായി മാറുന്ന സ്വഭാവം. അപ്രകാരം തന്നെ ജിന്ന് നിഷേധിക്കുന്നവർ, സിഹർ നിഷേധിക്കുന്നവർ, മാരണം നിഷേധിക്കുന്നവർ, ഇസ്ലാമിലുള്ള പലതും നിഷേധിക്കുന്നവർ, ഇസ്സത്ത് നിഷേധിക്കുന്നവർ, ഇതൊക്കെ ദീനിലുള്ള നാം പഠിച്ചു വെച്ച, നമ്മുടെ നേതൃത്വങ്ങൾ പഠിപ്പിച്ച, നമ്മുടെ ഖുർആൻ സ്ഥാപിച്ച, നമ്മുടെ ഖുർആൻ അംഗീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ എതിർക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം കുന്നുകയറുന്നു എന്നർത്ഥം. നമ്മുടെ വിശ്വാസം കുന്നുകയറുന്നു. ഈ പരീക്ഷണം മഹാപരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വേണം? ശരിക്ക് ദീനിനെ കുറിച്ച് വിവരമുണ്ടാവണം. ഈ മതത്തിൻ്റെ ആധികാരികത കുറിക്കുന്ന ഗ്രന്ഥങ്ങൾ പഠിക്കണം. സത്യം പോലെ പറയുന്നവരെ കണ്ടെത്തണം. സത്യം പോലെ പഠിക്കാൻ പരിശ്രമിക്കണം. അത് എഴുതുന്ന പുസ്തകങ്ങൾ വായിക്കണം. അത് പ്രചരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കണം. അങ്ങനെയുള്ള CD-കൾ കേൾക്കണം. അതല്ലാത്തവ കേൾക്കാതിരിക്കുകയും വേണം. ഞാൻ എന്തേ കഴിവുള്ളവരല്ലേ, ഞാൻ എന്തേ ബുദ്ധിജീവിയല്ലേ, ഞാൻ എന്തേ ആ CD കേട്ടാൽ എനിക്ക് ഒന്നും വരാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കരുത്. ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ പൈശാചിക ശല്യം തട്ടാൻ സാധ്യതയുണ്ട്. അതോടുകൂടി നിന്റെ വിശ്വാസം കുന്നുകയറാൻ സാധ്യതയുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുകൊണ്ട് ഞാൻ കാനേഷ്മാര് മുസ്ലിം അല്ലേ, ഞാൻ തറവാട് മുസ്ലിം അല്ലേ, ഞാൻ തറവാട് മുസ്ലിമായ എന്നെ വ്യതിചലിപ്പിക്കാൻ ആരെക്കൊണ്ടാ സാധിക്കുക എന്നാരും പറയരുത്. അതുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ഉമറുൽ ഖത്താബിന്റെ കയ്യിൽ തൗറാത്തിന്റെ കോപ്പി കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖം വ്യത്യാസമുണ്ടായി. എന്താ വ്യത്യാസമുണ്ടായത്? ഖുർആൻ വന്ന ശേഷം മറ്റു ഗ്രന്ഥങ്ങൾ എന്തിനു വായിക്കുന്നു എന്ന പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണത്. ഈ ഖുർആനുള്ളതോട് കൂടി മറ്റു മതങ്ങളെ, മറ്റു ഇസങ്ങളെ, മറ്റു ആദർശങ്ങളെ നാം ഒഴിവാക്കേണ്ടതാണ്, നാം കേസലാക്കേണ്ടതാണ്. എല്ലാ നന്മയും ഇതിലുണ്ട്. ഇത് പറയുന്നു ലോകത്തോട്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു അംഗീകരിക്കാമെന്ന് പറഞ്ഞ മതം അത് ഇസ്ലാം മാത്രമാണ്. മറ്റേത് മതവും അള്ളാഹ് അംഗീകരിക്കുന്നതല്ല. ജൂതമതം അംഗീകരിക്കുന്നതല്ല, ക്രിസ്തീയ മതം അംഗീകരിക്കുന്നതല്ല, ബുദ്ധമതം അംഗീകരിക്കുന്നതല്ല, ജൈനമതം അംഗീകരിക്കുന്നതല്ല. അപ്രകാരം തന്നെ ഹിന്ദുമതവും അംഗീകരിക്കുന്നതല്ല. എന്തുകൊണ്ട്? ഈ ഖുർആൻ ഇന്ന് ഘടകവിരുദ്ധമാണ് എന്നതുകൊണ്ട്. ഈ ഖുർആൻ 23 കൊല്ലത്തിലൂടെ മനുഷ്യ രാശിയുടെ വിജയത്തിന് വേണ്ടി അവൻ ജീവിക്കേണ്ട ശൈലികൾ പഠിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇറക്കി കൊടുത്തതായ ഗ്രന്ഥമാണ്. ഇതിനെ പഠിക്കുക, ഇതനുസരിച്ചിട്ട് ജീവിക്കുക, ഇതിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. ഇതിന് ഘടകവിരുദ്ധമായി വരുന്നതായ ചിന്താഗതികളുടെ പേരാണെന്ത്? ശുബുഹാത്ത്. എന്താണ് ശുബുഹാത്ത്? ഈ ശുബുഹാത്തുകൾ നെറ്റുകളിൽ കൂടി കാണാം. അപ്രകാരം തന്നെ ഡിഷുകളിൽ കൂടി ഇറങ്ങുന്ന, ഞാൻ പറയാറുണ്ട്, തോന്നിവാസമാണ് ഇറങ്ങുന്നതെങ്കിൽ ചവറ്റുകൊട്ട എന്ന് ഞാൻ പറയാറുണ്ട്. ആ ചവറ്റുകൊട്ടകളിൽ കൂടി ഇറങ്ങുന്ന കാണാം. എന്ത് അഴുക്കുകൾ ഇറങ്ങുന്ന കാണാം. അത് നാം അംഗീകരിക്കാൻ പാടുള്ളതല്ല, നാം ഒരിക്കലും ഉൾക്കൊള്ളാൻ പാടുള്ളതല്ല. നമ്മുടെ ആദർശത്തെ മുത്തുപോലെ, മാണിക്യം പോലെ, പവിഴം പോലെ, സമ്പത്ത് പോലെ അല്ല, ജീവൻ പോലെ സംരക്ഷിക്കേണ്ടതായ സാധനമാണ് എന്ത്? നമ്മുടെ ആദർശം. അതങ്ങനെ തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ആ കുട്ടികളുടെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് മദീന ഇമാമ് തുടങ്ങിയ വാക്ക് തന്നെ റഹിമല്ലാഹു മൻ അഹ്ദ ഇലയ്യ അയ്യൂബി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഖുത്ബയുടെ തുടക്കം. മദീനയിൽ നിങ്ങൾ കേട്ട ഖുത്ബയുടെ തുടക്കം റഹിമല്ലാഹു മൻ അഹ്ദ ഇലയ്യ അയ്യൂബി. എന്നിലേക്ക് ഞാൻ ചെയ്ത കുറവുകളെ പറഞ്ഞു തരുന്നവർക്ക് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ വ്യക്തിത്വം, അത് മഹാവ്യക്തിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുകഴ്ത്തി വാഴ്ത്തി സംസാരിച്ചു. ആരാണ് അങ്ങനെ പറഞ്ഞ ആൾ? സമയമില്ലല്ലോ, നമ്മുടെ ടൈം അവസാനിക്കാണ്, വേഗം പറയൂ. ആരാണ് പറഞ്ഞ ആൾ? ഉമർ ഇബ്നുൽ ഖത്താബാണ്. ആരാണ്? മഹാത്മാക്കളിൽ നിന്നിട്ട് പറയപ്പെടുന്ന പദമാണത്. എന്താണ്? ഒരാള് മറ്റാളിലുള്ളതായ കുറവുകൾ പറയുകയാണെങ്കിൽ അദ്ദേഹം ആ കുറവ് പറയുന്ന വ്യക്തി നമ്മുടെ നേർക്ക് നേരെ പറയുകയാണെങ്കിൽ ആ കുറവ് പറഞ്ഞു തരുന്ന വ്യക്തി നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണത്. ഇല്ലെങ്കിൽ പറയില്ല. ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വഷളാക്കലല്ല. എന്തെങ്കിലും ഒരു കുറവ് ഒരാളിൽ കണ്ടാൽ അയാളെ വിളിച്ചിട്ട് പറയാ, അല്ല സഹോദര, നിന്നിൽ നിന്ന് കുറവുണ്ടെന്ന് പറയുക. മനസ്സിലായില്ലേ? അത് അങ്ങനെ നമ്മുടെ കുറവ്, മൻ അഹ്ദാ ഇലയ്യ അയ്യൂബി, എന്നിലേക്ക് എൻ്റെ കുറവുകളെ ഹദിയ ചെയ്യുന്ന ആൾ,
എന്താ ഹദിയ ചെയ്യുന്ന ആള് അത് മറച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയുന്നില്ലെങ്കിൽ അതെന്തായി? അത് നമ്മെ പരദൂഷണം പറയലായി. നമ്മുടെ കുറവിനെ നേർക്ക് നേരെ നമ്മെ നോക്കിയും കൊണ്ട് നിങ്ങളിൽ ഇങ്ങനെയുള്ള കുറവുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കുറവ് നികറ്റാം. ആരാ കുറവില്ലാത്ത ആൾ? മനില്ലദീ മാ സഅഖത് വമൻ ലഹുൽ ഹുസ്നാ ഫഖത്. അറബി പഴവഴി ഞാൻ പറയാറുണ്ട്. എന്ത്? മനില്ലദീ മാ സഅഖത്, ആരാണ് തീരെ തെറ്റില്ലാത്ത ആൾ? വമൻ ലഹുൽ ഹുസ്നാ ഫഖത്, ആരാണ് എല്ലാം നന്മ ചെയ്യുന്ന ആൾ? രണ്ടുമില്ല. എല്ലാവരിലും എന്തുണ്ടാവാം? കുറവുണ്ടാവാം. ആ കുറവുകളെ നികറ്റുക എന്നതാണ് ഒരു മുസ്ലിം, യഥാർത്ഥ മുസ്ലിം ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു ആര്? ഡോക്ടർ അബ്ദുൽ ബാരിസ് ബൈത്തി മദീന റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് പ്രസംഗിച്ചപ്പോൾ റിയാദിൽ ഇന്നത്തെ റേഡിയോ പ്രക്ഷേപണം ചെയ്തതായ വിഷയം കുട്ടികൾക്ക് എങ്ങനെയാണ് ഇസ്ലാമിക ശിക്ഷണം നൽകേണ്ടത് എന്നതായ വിഷയമാണ്. അത് നീണ്ട വിഷയമാണ്. അത് സംസാരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല, നമ്മുടെ ടൈം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്ത്? പുതുമുഖങ്ങളെയുമായി കാലേ കൂട്ടി 2:15, ഏറ്റവും കൂടിയാൽ 2:15 തന്നെ ഇവിടെ എത്താൻ വേണ്ടി പരിശ്രമിക്കണം. ളുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ളതായ ടൈം വളരെ പരിമിതമാണ്. സുഹൃത്തുക്കൾ എന്നിട്ട് ചിലർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ രോഗിയായി കിടക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ദുആക്കുക. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. നമ്മിൽ നിന്നിട്ട് രോഗമുള്ളവരുടെ രോഗം അല്ലാഹു സുഖപ്പെടുത്തട്ടെ. നമ്മിൽ നിന്നിട്ട് മരിച്ചവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മിൽ നിന്നിട്ട് ദുആ ചെയ്തവർക്ക് അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കട്ടെ. മരണം വരെ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദന വഅറാദ ദീനന വഅറാദ ദഅവതന വഅറാദ ബിലാദൽ ഹറമൈൻ വഅറാദ ഖാദത ബിലാദൽ ഹറമൈൻ സൂഅൻ അല്ലാഹുമ്മ ഫാശിഗ്ഹു ഫീ നഫ്സി വജഅൽ തദ്ബീറഹു തദ്മീറ. നസ്അലുക കുല്ലമാ സഅലക ബിഹി അബ്ദുക വനബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വനസ്തഈദുക കുല്ലമാ ഇസ്തആദക മിൻഹു അബ്ദുക വനബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദറകിൽ ശഖാഇ വസൂഇൽ ഖളാഇ വമൗത്തിൽ ഫുജാഇ وشماتة الأعداء. نعوذ بك من علم لا ينفع وقلب لا يخشع وقلب لا يخشع وبطن لا تشبع وعين لا تدمع ودعاء لا يستجاب. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.